രാവിലെ മഴ തുടങ്ങിയല്ലോ. രാവിലെയാണ് മെയിൻ മഴ. അണഞ്ഞു കുളിക്കും രാവിലെ തന്നെ അണഞ്ഞു. ഞാനിത്ര വീഡിയോ എടുക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയല്ലോ. അയ്യോ സോറി, ഞാൻ അറിയാതെ പെട്ടെന്ന് എപ്പോഴും എടുക്കുന്ന ആ ഒരു ഇതിലങ്ങ് ഓടി വന്നങ്ങ് എടുത്താ. മഴയാണല്ലോ, നല്ല മഴ, ഹായ് ഹായ് നല്ല മഴ എന്ന് കാണിക്കാൻ വേണ്ടി. ഞാനെടുക്കത്തില്ല, ഞാനെടുക്കുമ്പോൾ 100 കുറ്റം, ഞാനെടുക്കുമ്പോൾ 100 കുറ്റം. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എന്നാ ഇതാ ചേക്ക് ഷാമ്പു വേണിട്ടോ ഇല്ലല്ലോ. അവളെയാണ് സ്കൂളിൽ വിടാൻ കൊണ്ട്. അതെ, ഇത് ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ സിബ് പൊട്ടും മിക്കവാറും. കുഴപ്പമില്ല, ഞാനത് ഫ്രണ്ടിലത്തെ ഇത് ഇതൊക്കെ കടായിട്ട് കിടക്കുക. പെന്നൊക്കെ എടുത്തോ? പെൻ അമ്മ ഒന്ന് തിരിച്ചിട്ടാവോ? അമ്മ തീർന്നു, എന്നിട്ട് ഓഫ് ചെയ്തേക്കെ. തീർന്നു. പൊട്ടിപ്പോ അത്ര നല്ല വെയിറ്റ് ഉണ്ടല്ലേ? വെയിറ്റ് ഉണ്ട്, അത്രയും വെയിറ്റ് ഒന്നും ആ ബാഗിന് കൊള്ളത്തില്ല. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി ഒന്ന് മേടിച്ചോ. മറ്റേത് ഇവിടെ പുതിയത് ഇന്നലെ മേടിച്ചില്ലേ? ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? പൈസ ഞാൻ തന്നില്ലേ? 100 ആരെ തന്നാ? ഒന്നാലേ തീ തരുവുള്ളല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, കൊള്ളാലോ നീ. എനിക്ക് വേണ്ട നിന്റെ. അവളിന്നലെ ഒരു ഇത് ലിപ്സ്റ്റിക്ക് മേടിച്ചു പുള്ളിക്കാരി. എന്നിട്ട് അതിനങ്ങാണ്ട് എത്ര 300 രൂപയോ ഫേസ് സ്കാനറുടെ. അപ്പോൾ നല്ലതാണ്. അപ്പോൾ എന്നോട് പറയും പകുതി പൈസ ഇടാൻ. ഞാൻ പക്ഷേ അതിൻ്റെ അല്ല, പിന്നെ മൊത്തം 390 രൂപയുടെ ഞാൻ 90 രൂപ ഞാൻ ഇട്ടു, 300 അവൾ ഇട്ടു. 300 വേറെ ക്ലിപ്പ് ഇതൊക്കെ മേടിച്ചതിൻ്റെയാണ്. 90 ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞേ. എൻ്റെ പൈസ അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന പൈസ അവൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയണേ, എന്താ അമ്മ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു. അമ്മ തന്നില്ലല്ലോ, ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അമ്മ അത് എടുക്കട്ടെന്ന് പറഞ്ഞു. ഉടനെ നോട്ടെന്ന്. അമ്മ പൈസ തന്നില്ലല്ലോ. എൻ്റെ അതെ ഇപ്പമ്മേ പറയത്തുള്ളൂ, എടുക്ക് തരുമൊക്കെ ചെയ്യും. പക്ഷെ ഓർപ്പിക്കും, അമ്മ പൈസ തന്നില്ലല്ലോ എന്ന്. ഷാമ്പൂ നാരായണോട് പറയും ലിപ്സ്റ്റിക് ഒന്നും ഇടണ്ട. ഇപ്പം പിള്ളേരെല്ലാം ഇടും. അവള് ഡാൻസിന് പോകുമ്പോഴും ഇതൊക്കെ പോകുമ്പോഴേ അധികം ഇടത്തുള്ളൂ. അല്ലാത്തപ്പോൾ ചെറുതായിട്ടൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേരോടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഇപ്പം, അല്ലേ? നമ്മുടെ കാലത്താണെങ്കിൽ ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ കല്യാണം അല്ലേ, കല്യാണത്തിനൊക്കെ അല്ല ഒരുങ്ങുന്നതും പിന്നെന്താ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഡാൻസിന് ഒരുങ്ങുന്നതും ഇപ്പം രോഗങ്ങൾ അങ്ങനെ പണ്ടിത് മാത്രമൊന്നുമില്ല, എല്ലാം തന്നെ എല്ലാത്തിനും കുറവല്ലേ. അതായിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു. ലിപ്സ്റ്റിക്കിന് ഇനിയിപ്പം പിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. പിള്ളേരൊക്കെ വലുതായി. പിള്ളേരൊക്കെ നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. അമ്മയുടെ സബിത പ്രവീടെ ജാനു, ഉയ്യോ അവള് ലിപ്സ്റ്റിക് ഇടുന്നുണ്ടോ? അതത്ര ചെറുപ്പത്തിൽ കുഞ്ഞിലെ ഒന്നും ഇടണ്ട, അഴുക്കത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലേ? ചുമ. അയ്യോ അയ്യോ കേട്ടില്ലപ്പേ, രാവിലെ മധുരം. ചുമ. താഴെ വീട് അവിടെ വെച്ച അവരുന്ന ജയത്തോടല്ല വിളിക്കാതെ. ഇതുണ്ടോ? രാവിലെ
രാവിലെ തിന്നാൻ ആരെങ്കിലും പറഞ്ഞോ? അത് തിന്നോ നല്ല ചേച്ചി പഴം എന്തിയേ പീഡനം പീഡനം പറഞ്ഞാൽ ഇതാ പീഡനം. അല്ലേലും എണീറ്റ് വന്ന ഉടനെ ചോദിക്കോ പല്ല് പോലും തേക്കാതെ. എപ്പോ തേച്ചു? ആ ഇതിട്ട് രസഗുള ഇട്ട് തേച്ച്. ശ്യാമളമ്മ എണീറ്റാ പല്ലൊക്കെ തേക്കാതെ കുളിക്കുന്ന ചിരിച്ച് താമസിച്ചാണേലും പല്ലൊക്കെ തേക്കും. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അങ്ങനെയാ അല്ലേ? വെള്ളിരാജ്യത്തുള്ളവരൊന്നും അങ്ങനെ എപ്പോഴും കുളിക്കാതെ തല എഴുതാറില്ല. എവിടെയാണല്ലോ രാമൻ റാം എവിടെ ആയിരുന്നു? സാമ്പി എന്നാ കെനിയ അവിടുന്ന് പോയായിരുന്നു അവൻ. ടാൻസാനിയയില് ഇവിടെ ശരിക്കും ഉഗാണ്ടല്ലേ? ഇത് വിജയമ്മച്ചി പോയി ചാമ്പുവേട്ട്. വിജയമ്മച്ചി ഇതേപോലെ കൂടെ പോയി. ആ വിജയമ്മച്ചി ഇല്ലേ എപ്പോഴും രാംബാബി സ്കൂളിൽ പോകുമ്പോൾ മിണ്ടുന്നേ അമ്മയില്ലേ? അമ്മ പോയി. മുളക് എടുത്തു പറഞ്ഞേ. വെപ്പാട് മേടിച്ചിട്ട് വേണം വീട്ടിൽ കാണാൻ. ഏന്തിയാറ് പോവുക ചെയ്യാം. ക്യാമറ കൊണ്ടുപോകാൻ വന്നിട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ശരിക്കും ഏന്തിയാറ് പോകുമ്പം അവിടെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും തെളിവ് വേണ്ട ഒരു സ്ഥലമാണ് അവിടെ. അത് അവൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലായിക്കോളും. അവൾക്ക് ആ വീടിനെക്കുറിച്ചും അവിടെയുള്ള ആൾക്കാരെക്കുറിച്ചും അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ല ഇപ്പോഴും. എനിക്കറിയാവുന്ന പോലെ നമുക്കിട്ട് കിട്ടിയിട്ടുള്ള പോലെ പണി വേറെ ആർക്കിട്ടും കിട്ടിയിട്ടില്ലല്ലോ. ഇന്നും കാറ്റാ, ഇപ്പോഴും കാറ്റാണല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി മായ ജയേഷിനെ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതെ ഞാനും പോയ എല്ലാവരും സാധനമാണ്. ചേച്ചി ഉദ്ഘാടനം നടത്തിട്ട് പോകാം കേട്ടോ, ടിക്കറ്റ് കൂടെ. നമുക്കറിയാം ഇന്ന് നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു സുപ്രഭാതമാണ് വിടുന്നത്. ഇന്നലെ രാത്രി മുതൽ ഞാനിത് എപ്പോൾ ഇവിടെ എത്തണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നല്ലൊരു കാര്യമാണ് നമ്മുടെ മെമ്പർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആ ഒരു ക്ഷണത്തിൽ ഇവിടെ എത്തിയതും പങ്കെടുത്തതിലും എല്ലാവർക്കും വളരെയധികം നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. യോഗാധ്യക്ഷൻ അതുപോലെ വേദിയിൽ മുഖ്യ വിശിഷ്ട നിങ്ങളെ
നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പഞ്ചാബിൻ്റെ കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗമായ പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചാണ്. നമ്മുടെ എൻജിആറിൻ്റെ വികസനത്തിന് ഇതുപോലുള്ള ചെറു വഴികളും വികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ പ്രവർത്തിച്ച നമ്മളെ മായ മെമ്പറെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളെ എൻജിആർ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളൊക്കെ വണ്ടി പോകുവാനും നമ്മളെ പള്ളിയിലെ പരിപാടിയൊന്നും ബ്ലോക്കായി പോലൊരു ബൈപ്പാസ് എന്ന രീതിയിൽ നല്ലൊരു റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരു ആശംസിച്ചുകൊണ്ട് എന്നാൽ പോലും ഒരു എഗ്രിമെൻ്റ് അന്ന് കുസുമ ചേച്ചി ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുരേഷിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ കൃഷ്ണപഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നീക്കുകയാണ്. ഈ നാടിന് ചെയ്ത നന്മകൾ ഒരിക്കലും കൃഷ്ണപഞ്ചായത്ത് ചെയ്തിട്ട് നമ്മൾ നന്മകൾ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ഒരു റോഡും കൂടി ആയതിനാൽ തീർച്ചയായിട്ടും ഇതിന് ആ കൃഷ്ണപഞ്ചായത്ത് എന്നുള്ള പേര് നാമധേയത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ റോഡിൻ്റെ ഒരു ബോർഡുകൾ താമസിക്കാതെ ഇവിടെ വരും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയും അത് പൂർണ്ണതയിൽ എത്തിക്കുവാനും ചെയ്യും. നമുക്കറിയാം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലാവധി ഏതാണ്ട് ഈ മാസത്തോടു കൂടി അവസാനിക്കുകയാണ്. അടുത്ത നവംബറോട് കൂടി ഡിക്ലെയർ വരികയും പുതിയ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ പുതിയ സംവിധാനത്തിലേക്ക് ഡിസംബർ 1 കൂടി ഏതാണ്ട് തെരഞ്ഞെടുപ്പ് വരികയും ഡിസംബർ 20 മുൻപ് തന്നെ പുതിയ ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിൽ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിൻ്റെ സമസ്ത മേഖലകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ കാലം സേവനം അനുഷ്ഠിച്ച ഒരാളാണ് കൃഷ്ണപഞ്ചായത്തിനെ സംബന്ധിച്ച് ആദ്യം മെമ്പർ കൃഷ്ണപഞ്ചായത്തിൽ എന്നല്ലാണ്ട് മെമ്പറുടെ പ്രവൃത്തി എന്താണ്, പ്രവൃത്തി മേഖല എന്താണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. എങ്കിൽ പോലും പിൻകാലങ്ങളിൽ പ്രസിഡൻ്റായിട്ട് വിരമിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ജനകീയാസൂത്രണം അധികാരം മേൽത്തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് വന്ന് ജനകീയാസൂത്രണം നടപ്പിലാക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കൃഷ്ണപഞ്ചായത്ത് പ്രവർത്തിച്ചിരുന്നത്. ഈ റോഡിന് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന 1964 മുതൽ 79 വരെ പൂഞ്ഞാർ തെക്കര പഞ്ചായത്തിൻ്റെ മെമ്പറും 79 മുതൽ 988 വരെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ മെമ്പറും 95 മുതൽ 2000 വരെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീ ആർ കൃഷ്ണപ്പൻ്റെ പേര് ഈ റോഡിന് കൊടുക്കാൻ തയ്യാറായതിനോടും വളരെ സന്തോഷമുണ്ട്. അതിനും ഞാൻ ഈ മെമ്പറെയും നമ്മുടെ അടുത്ത വാർഡിലെ മെമ്പർ ശ്രീമതി ആൻസിയും അനുമോദിക്കുന്നു. നമ്മുടെ ഗ്രാമങ്ങളുടെ വികസനം ആ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്തുകൾ ഒക്കെയുള്ള പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണ് നിൽക്കുന്നത്. ഈ രാജ്യം വളർച്ചയുടെ വലിയ പാതയിലാണ്. അത് മുമ്പോട്ട് പോകട്ടെ. കേരളത്തിലും ആ വികസനത്തിൻ്റെ മാറ്റൊലികളുണ്ടാകാൻ കഴിയട്ടെ. അതിന് പറ്റുന്ന മെമ്പർമാർ, ഇതുപോലെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന മെമ്പർമാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നല്ലൊരു ഉദ്ഘാടന പരിപാടി, ഒരുപാട് ആളുകളെ എല്ലാവരെയും ഇത്രയും ഒരു ദിവസം കൊണ്ട് വിളിച്ചു കൂട്ടിയത് മായ മെമ്പറും ആൻസി മെമ്പറുമാണ്. എനിക്ക് തോന്നുന്നത് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണത്തോടുകൂടി ഈ ഉദ്ഘാടന പരിപാടി നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ള നമ്മുടെ യോഗ അധ്യക്ഷ ആൻസി അഗസ്റ്റിൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത, അതുപോലെ നമ്മുടെ റോഡ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ മെമ്പർ മായ, പ്രിയമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, പിന്നെ കഴിഞ്ഞ ഗ്രാമസഭയിൽ നമ്മൾ ഈ റോഡ് സംബന്ധമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ഈ റോഡ് പൂർത്തിയായി കഴിയുമ്പോൾ അതിന് ബഹുമാന്യനായ ആർ കൃഷ്ണപ്പൻ ചേട്ടൻ്റെ പേര് നൽകണമെന്ന് അന്ന് ഏകകണ്ഠമായിട്ട് നമ്മുടെ ഗ്രാമസഭ അത് പാസ്സാക്കിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ഗ്രാമസഭ പാസ്സാക്കിയതുകൊണ്ട് അത് ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും അതിൻ്റെ കൃഷ്ണപ്പൻ ചേട്ടൻ്റെ പേര് മായ മെമ്പറൊക്കെ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ബോർഡ് വെക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻ മെമ്പറും പഞ്ചായത്ത് തുടങ്ങിയ കാലം തൊട്ട് തന്നെ അതുപോലെ പ്രസിഡന്റും ഒക്കെ ആയ നമ്മുടെ ആർ കൃഷ്ണപ്രസാദ് സാറിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു റോഡ് ആ ഒരു നാമവൽക്കരണത്തിനായുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ ഇപ്പം എൻജിആർ പോസ്റ്റ് ഓഫീസ് റോഡെന്നാണ് നമ്മുടെ ആസ്തി രജിസ്റ്ററിലും മറ്റുമൊക്കെ കിടക്കുന്നത്. എന്നാലും ഈ ഒരു റോഡ് അദ്ദേഹത്തിൻ്റെ നാമകരണത്തിലേക്കുള്ള ഒരു നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോഴത്തെ ഉടനെ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളെയും ചെയ്തു തരും.
നമുക്കറിയാം ഈ ഒരു ആയുർവേദ ആശുപത്രിയൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മൈക്ക് കള്ളിവേൽ സാറിൻ്റെ സൗജന്യമായി നമുക്ക് കിട്ടിയ സ്ഥലങ്ങളാണ്. നമുക്ക് വളരെ സന്തോഷത്തിലായിരിക്കുന്ന ഈ നിമിഷത്തിൽ ഇനി വരുന്ന ഭരണസമിതിക്കും നമ്മുടെ നാടിന് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചോരയുള്ളതായിരുന്നോ? അതിനാ എന്നാത്തിന് ഉണങ്ങിയല്ല? ഉണങ്ങിയോ? അരിയൊക്കെയുണ്ട്. പണിയാ. അടച്ചു പോയി. അടച്ചു വെക്കട്ടെ. അരി എടുക്കാൻ പാത്രം എടുത്തോ മതി. അരിക്ക് നിന്നെ കത്തുന്നോ? പോകാൻ പറയാനോ? ആരോട്? തീ പൊക്കെ പൊക്കെ പൊക്കെ. അതെ പോയി. പോയല്ലോ. എപ്പോ പോവും? പോകാനൊരു സമയം കൊടുക്കാനേ. നീ വീശൊന്നും വേണ്ട. അത് പോകും. വരാൻ സാധ്യതയുണ്ട്. അരിയിടാടാ. അരി ഇപ്പൊ തീ കത്തിച്ചല്ലോ ഉള്ളത്. അരിയിടാൻ സമയമുണ്ടോ നമുക്ക്? അരി കഴുകി നോക്കാം. ഇപ്പൊ എന്നെ ഇടുന്നത് തിളക്കണം വെള്ളം. കടലൊന്നും ഇല്ല കൊടുക്കാൻ. ചേച്ചാച്ചി വന്നപ്പോ ചേച്ചാച്ചിക്ക് കൊടുത്തു. ബാക്കി ഞാൻ കൊടുത്തു. ചേച്ചി ശ്യാമളമ്മയുടെ അടുത്ത് പോയി. എന്തോ താഴെ ഇട്ടോ? എന്നോട് താഴെ ഇട്ടേ. ഇടാം. എന്നാടി
ഒരുപാട് സാധനങ്ങളൊക്കെ. കോഴിത്തീറ്റ 5 കിലോ മേടിക്കാൻ ഞാനല്ല പറഞ്ഞു. 5 കിലോ സാധനമാണ്. എന്നാ പറയണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ. എന്നാ പറഞ്ഞില്ലേ? നീ ഒന്നും പറഞ്ഞില്ല. നീ ഓട്ടോയ്ക്ക് വരണോ അതോ ബസ് നടന്നു വരണോ? ഓട്ടോയ്ക്ക് വരുന്നതായാലും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വെക്കും മോനെ, തരാം. വെള്ളം ഉണ്ടാക്കാതെ. പറ്റുന്ന പണി ചെയ്താൽ പോരെ. എന്നാ പറ്റിയല്ലേ പോകുന്നേ? വീട്ടിലെങ്ങാനും ഇരിക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചുമടുക്കാൻ 5 കിലോ ഞാനകത്ത് എത്ര 5 കിലോ നല്ല വെയിറ്റ് ഉണ്ട്. 6 കിലോ 6-7 കിലോ ആണ്. വേറെ ബാഗിനകത്തുകൊണ്ടൊരു കോവയ്ക്കായും അതെല്ലാം. ഞാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ മേടിക്കാനാണ് പറഞ്ഞത്. 5 കിലോ അല്ല 3 കിലോ മേടിച്ചാൽ മതിയായിരുന്നു. അമ്മേ